നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജസ്ഥാനിൽ പരിശീലനത്തിനിടെ ഇന്ത്യൻ വ്യോമസേനയുടെ MiG-29 യുദ്ധവിമാനം തകർന്നു വീണു. പൈലറ്റ് അതിസാഹസികമായി രക്ഷപ്പെട്ടു. ബാർമറിലാണ് അപകടം ഉണ്ടായത്. രാത്രി 10 മണിയോടെ ജനവാസ മേഖലയിൽ നിന്നും ദൂരെയാണ് യുദ്ധവിമാനം തകർന്നു വീണത് എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. വിമാനത്തിന് ഗുരുതരമായ സാങ്കേതിക തകരാറ് സംഭവിച്ചതായി വ്യോമസേന അറിയിച്ചിട്ടുണ്ട്. ബാർമർ സെക്ടറിൽ പതിവ് രാത്രി പരിശീലന ദൌത്യത്തിനിടെയാണ് ഈ സംഭവ വികാസങ്ങൾ നടന്നത്. MiG-29 യുദ്ധവിമാനമാണ് സാങ്കേതിക തടസ്സം നേരിട്ടതിനെ തുടർന്ന് അത് പൊട്ടിത്തെറിച്ചത്. പക്ഷേ അതിസാഹസികമായി തന്നെ പൈലറ്റ് രക്ഷപ്പെടുകയായിരുന്നു. ഇതേ തുടർന്നാണ് അപകടമുണ്ടായത്. പൈലറ്റ് സുരക്ഷിതനാണ്. സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ടെന്ന് എയർഫോഴ്സ് അറിയിച്ചിട്ടുണ്ട്. ബാർമർ കളക്ടർ നിശാന്ത് ജെയിൻ, പോലീസ് സൂപ്രണ്ട് നരേന്ദ്ര മീണ, മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ അപകടസ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പരിശീലന പറക്കലിനിടെ ഇന്ത്യൻ വ്യോമസേനയുടെ MiG-29 യുദ്ധവിമാനമാണ് തകർന്നു വീണത്. പൈലറ്റ് അത്ഭുതകരമായി തന്നെയാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. പൈലറ്റിന്റെ എന്താണ് സംഭവിച്ചതെന്ന് പൈലറ്റിനോട് വിശദീകരണം തേടിയിട്ടുമുണ്ട്. രാജസ്ഥാനിൽ മാർബറിയിലാണ് അപകടമുണ്ടായത്. തിങ്കളാഴ്ച രാത്രി 10 മണിയോടെ ജനവാസ മേഖലയിൽ നിന്നും ദൂരെ വയലിലാണ് യുദ്ധവിമാനം തകർന്നു വീണത്. വിമാനത്തിൽ ഗുരുതരമായ സാങ്കേതിക തകരാറ് സംഭവിച്ചതായി ആദ്യ പറക്കലിൽ തന്നെ മനസ്സിലാവുകയായിരുന്നു. പിന്നാലെയാണ് തീപിടിച്ച വിമാനം കത്തി നശിച്ചത്. ബാർമർ സെക്ടറിൽ കഴിഞ്ഞ ദിവസം രാത്രി പതിവ് പരിശീലന ദൌത്യത്തിനിടെയാണ് ഈ ഒരു സാങ്കേതിക തടസ്സം നേരിട്ടത്. ഇതേ തുടർന്നാണ് അപകടമുണ്ടായതെന്നാണ് വ്യോമസേന വ്യക്തമാക്കിയത്. അപകടത്തിൽ നിന്നും പൈലറ്റ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് എങ്ങനെയെന്ന ചോദ്യവും ഉയരുകയാണ്. സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ടെന്ന് എയർഫോഴ്സ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും മറ്റ് വിശദാംശങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടുമില്ല.